ഹായ്, എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ കുറേ ആയല്ലേ നമ്മൾ ഒരു ക്ലാസ്സിൽ വന്നിട്ട് കുറച്ച് ബ്രേക്ക് ആയിപ്പോയി. അപ്പം ക്ലാസ്സിൽ കുറേ മുമ്പോട്ട് എത്തിയിട്ടുണ്ടാവും. എന്നാലും ചില ടോപ്പിക്സിൽ കുറച്ച് ക്ലിയർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് പറഞ്ഞു, ലോസ് ഓഫ് റിഫ്ലക്ഷൻ പറഞ്ഞു തന്നു, ഇമേജ് ഫോർമേഷൻ പറഞ്ഞു തന്നു. അതേപോലെ നമുക്ക് റിഫ്രാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെങ്സിൻ്റെ ഇമേജ് ഫോർമേഷൻ പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. The deviation in the path of light ray when it falls from one medium to another medium is refraction of light. ഈ ഒരു സംഭവം ഒന്ന് മനസ്സിൽ വായിച്ചു നോക്കാം, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. ഈ കഴിഞ്ഞ റിഫ്ലക്ഷൻ്റെ കാര്യം ഞാൻ പറയുന്ന സമയത്ത് ഓൺലി റേസിൻ്റെ പാത്ത് എങ്ങനെയാണ്, അത് പാരലൽ ഫോക്കസിൽ കൂടെ പോവും, സെൻട്രലാണെങ്കിൽ സെൻട്രലിൽ കൂടെ തന്നെ തിരിച്ചു വരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഈ ഒരു മീഡിയം മാറുന്നതിനെ പറ്റിയിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് എയറിൽ നിന്ന് വാട്ടറിലേക്കാവുമ്പം എന്താണ് സംഭവിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല. സോ ഈ റിഫ്രാക്ഷനിൽ നമ്മൾ മീഡിയം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് റേസിലുണ്ടാവുന്ന ഡിഫറൻസസ് ആണ് പറയുന്നത്. ഓക്കെ, അത് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഗ്ലാസ് വാട്ടർ എടുക്കുക. അപ്പോൾ നമ്മളൊരു പെൻസിലിൻ്റെ അകത്ത് ഒരു ടംബ്ലറിൽ വെള്ളം എടുത്തു, ഇതൊരു ഗ്ലാസ്സാണെന്ന് വെച്ചോളൂ. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു പെൻസിലിടാണ്. പെൻസിലിടുന്ന സമയത്ത് ഇവിടെ വരെ വാട്ടർ ലെവലുള്ളത്. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെൻസിൽ ചെറിയൊരു ബെൻഡിങ് കാണാൻ പറ്റും. ആ ഒരു ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീവിയേഷനെയാണ് നമ്മൾ ആ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഡീവിയേഷൻ ഇൻ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ വെൻ ഇറ്റ് ഫോൾ ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മീഡിയമാണ് എയർ, ഒരു മീഡിയമാണ് വാട്ടർ. ഇതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഒരു മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് റേ മാറുന്നതനുസരിച്ചിട്ടാണ് ഈ റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. എന്താണ് റിഫ്രാക്ഷൻ്റെ കണ്ടീഷൻസ് ഓഫ് റിഫ്രാക്ഷൻ? വാട്ട് ആർ ദ കണ്ടീഷൻ? ഒരു റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ടാവണം. കണ്ടീഷൻസ് ഓഫ് റിഫ്രാക്ഷൻ എന്താണത് നോക്കാം. നമ്മൾ ലൈറ്റ് റേസിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ലൈറ്റ് റേ എങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് റേ ആയിരിക്കും ലൈറ്റിൻ്റെ റേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെയല്ല, ദാറ്റ് ഇസ് ആക്ച്വലി നമ്മളുടെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ലൈറ്റ്സ് ഒരു പ്ലെയിൻ്റെ അകത്താണ്, ഇൻസിഡൻറ്റ് റേ ഉണ്ട്, റിഫ്ലെക്റ്റഡ് റേ ഉണ്ട്, ഓൾ ഫാൾസ് ഇൻ വൺ പ്ലെയിൻ ആൻഡ് റിഫ്ലെക്റ്റഡ് റേ ഈസ് ഈക്വൽ ടു വാട്ട് ഇൻസിഡൻറ്റ് റേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് റിഫ്രാക്ഷന് കണ്ടീഷൻസ് എന്തൊക്കെ വേണം? ഇതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ, ലൈറ്റ് റേ ഷുഡ് ഫോൾസ് ഒബ്ലിക്ലി. എന്താണ് ലൈറ്റ് ഷുഡ് ഫോൾ ഒബ്ലിക്ലി, ചെരിഞ്ഞൊരു ലെവലിൽ, സൈഡ് കൂടെയാണ് അല്ലെങ്കിൽ ഒബ്ലിക്കായിട്ടാണ് വരേണ്ടത്. ഷുഡ് ഫോൾ ഒബ്ലിക്ലി. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ പെൻസിലിട്ടിട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈ ഡിഫറൻസ് കാണുക. ആ പെൻസിൽ ഇങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ്, റിഫ്രാക്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ വെച്ചിട്ട് ചോദിക്കും എവിടെയാണ്, എത്രയാണ് റിഫ്രാക്ഷൻ വന്നത്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഇൻഡെക്സ് കാണാനൊക്കെ പറയുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആണ് വെച്ചെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ തന്നെ സംഭവിക്കുന്നില്ല. സോ യു ഡോണ്ട് ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, അതിന് പകരം റിഫ്ലക്ഷൻ ആണെങ്കിലാണ് ഒരു സ്ലൈറ്റ്ലി ഒബ്ലിക്ലി ആയിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിഫ്രാക്ഷൻ കാണാൻ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? there should be two medium must have difference in optical density. two medium, ഈ രണ്ട് മീഡിയത്തിന് എന്ത് വേണം? have different in optical density. medium must have different optical density. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു പെൻസിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റിഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാൽ കാണാൻ പറ്റുമോ? നമ്മളുടെ ഒരു പെൻസിൽ ഇങ്ങനെ പിടിച്ചിട്ട് റിഫ്രാക്ഷൻ കാണാൻ പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണ്? അതിലാകെ ഒരു മീഡിയം മാത്രമേ ഉള്ളൂ. നമ്മുടെ എയറിൻ്റെ അകത്ത് മാത്രമാണ് ഇത് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേങ്കിൽ ഇത് ഞാൻ ഒരു വെള്ളത്തിൻ്റെ അകത്തിടുന്ന സമയത്ത് രണ്ട് ടൈപ്പ് ഓഫ് മീഡിയമാണ് അവിടെ വന്നത്. അത് വൺ ഇസ് എയർ ആൻഡ് അനദർ ഇസ് വാട്ടർ. അല്ലെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക്, വെറും ഒരു ഗ്ലാസിൻ്റെ സ്ലാബിൻ്റെ അകത്തേക്ക് ഞാൻ ഇറക്കി വയ്ക്കുമ്പം ഗ്ലാസ് പ്ലസ് എയർ, ഇങ്ങനെ രണ്ട് മീഡിയമായിട്ടാണ് വരുന്നത്.
ലൈറ്റ് ഏത് ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൽ കൂടെ പാസ് ചെയ്താലും ആ ലൈറ്റ് ആ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് കയറുന്ന ആ ഒരു സെക്ഷനിലാണ് നമ്മൾ എന്ത് കാണുന്നത്, ഈ റിഫ്രാക്ഷൻ കാണുന്നത്. അപ്പം ദർ ഷുഡ് ബി ടു മീഡിയം ആൻഡ് ദറ്റ് ടു മീഡിയം ആയാൽ മാത്രം പോരാ, ദാറ്റ് ഷുഡ് ഹാവ് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതിൻ്റെ ഡെൻസിറ്റി ഷുഡ് ബി ഓൾവേസ് ഡിഫറെൻറ്റ്. എന്താണ് ഈ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം? നമുക്കറിയാം, ഒരു ഇതിൽ വാക്വത്തിലാണെങ്കിൽ വാക്വത്തിൻ്റെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് 3 × 10⁸ m/s ആണ്. ദിസ് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഓക്കെ, ഇത് പഠിച്ചിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇതിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറഞ്ഞാൽ 3 × 10⁸ m/s ആണ്. പക്ഷെങ്കിലും നമ്മളുടെ വെള്ളത്തിൻ്റെ സ്പീഡ് എന്താണ്? വെള്ളത്തിൻ്റെ അകത്തുള്ള ലൈറ്റിൻ്റെ സ്പീഡ് എന്താണ്? മീഡിയം ഇൻ വാട്ടർ ഇസ് 2.25 × 10⁸ m/s ആണ്. ഇൻ ദ കേസ് ഓഫ് ഡയമണ്ട് ആണെങ്കിൽ 1.25 × 10⁸ m/s. ഇത് ഇതിൻ്റെ സ്പീഡാണ്. ലൈറ്റ് സ്പീഡ് ഇൻ ഡിഫറെൻറ്റ് മീഡിയം. വൺ ഇസ് വാക്വം ആൻഡ് അനദർ ഇസ് വാട്ടർ ആൻഡ് ദ തേർഡ് വൺ ഇസ് ഡയമണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്. എപ്പോഴാണ് സ്പീഡ് കുറയുന്നത്? ഡെൻസിറ്റി കൂടുന്ന സമയത്ത് സ്പീഡ് കുറയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡെൻസിറ്റി കൂടുതലുള്ള ഒരു വെള്ളത്തിൻ്റെ അകത്ത് ഇപ്പുറത്ത് നിന്നിട്ട് നമ്മളൊരു ടോർച്ച് അടിച്ചിട്ട് അപ്പുറത്തേക്ക് എത്തുന്നതിനെക്കാട്ടും സ്പീഡിൽ നമ്മൾ വെറും എയറിൽ ടോർച്ച് അടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലെത്തും. ബിക്കോസ് അതിൻ്റെ സ്പീഡാണ് ഫാസ്റ്റർ. സോ ഈ ഫാസ്റ്റർ മീഡിയത്തിൻ്റെ അകത്ത് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഡെൻസിറ്റി ഈസ് ഹൈ, അല്ലെങ്കിൽ ഫാസ്റ്ററായിട്ട് മീഡിയം സ്പീഡ് കൂടുതലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി കുറവാണ്. സ്പീഡ് കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം ഡെൻസിറ്റി കൂടുതലാണ്. അപ്പം എപ്പോഴും നമുക്ക് അറിയുന്ന ഒരു പോയിൻ്റാണ്, ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കുറയും. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ളൊരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഡെൻസിറ്റി സ്പീഡും ഈ ലൈറ്റ് റേനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ, ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ അകത്ത് നമ്മളൊരു പെൻസിൽ വയ്ക്കുമ്പോൾ അത് ഇതായിട്ട് വരാം. ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ അകത്ത് നമ്മളൊരു പെൻസിൽ വയ്ക്കുകയാണ്. ഒബ്ലിക്കായിട്ട് പ്ലേസ് ചെയ്യുന്ന ഒരു പെൻസിലാണ്, സൈഡായിട്ട് ഇങ്ങനെ വയ്ക്കുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ദ നോർമൽ. നമ്മളെപ്പോഴും നോർമൽ വരയ്ക്കാറുണ്ട് അല്ലേ? ഈ നോർമലിൻ്റെ ക്ലോസ് ടു ദിസ് നോർമൽ ആയിരിക്കും പോവുക. ഓക്കെ, ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും പോവുക. മനസ്സിലായോ? ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ അകത്ത് ഒരു പെൻസിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ നോർമൽ. ഫസ്റ്റ് തന്നെ നോർമൽ വരച്ചുതരാം. എന്നിട്ട് നമ്മളൊരു പെൻസിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു പെൻസിൽ ഇവിടെ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇങ്ങനെ അടുത്തേക്ക് ടുവേർഡ്സ് ദ നോർമൽ പോകുന്ന പോലെ തോന്നും. ആക്ച്വലി ഇറ്റ് ഈസ് സപ്പോസ് ടു ഗോ ലൈക്ക് ദിസ്. എങ്ങനെയാണ് അത് പോകേണ്ടത്? ഇങ്ങനെ ഒരു ലൈന് വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെയാണ് പോകേണ്ടത്. പക്ഷെങ്കിലും അത് ഇങ്ങോട്ടേക്ക് അടുത്തേക്കായിട്ടാണ്, ഈ നോർമലിൻ്റെ അടുത്തേക്കാണ് പോവുക. കാരണം ഡെൻസിറ്റി കൂടുന്ന സമയത്ത് ഇതെങ്ങനെയാണ് വരിക? ഡെൻസിറ്റി കൂടിയ ഒരു മീഡിയത്തിൻ്റെ ഇതിനെ നമ്മൾ റെയറർ മീഡിയം എന്ന് പറയും. ദിസ് ഈസ് ഡെൻസർ മീഡിയം. കാരണം ഡെൻസിറ്റി കൂടിയ മീഡിയം ഡെൻസർ മീഡിയം, ഡെൻസിറ്റി കുറഞ്ഞ സ്ഥലം റെയറർ മീഡിയം. കുറഞ്ഞ സ്ഥലമാണ് റെയറർ മീഡിയം. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? വെൻ ലൈറ്റ് റേ പാസസ് ഫ്രം റെയറർ മീഡിയം ടു ദ ഡെൻസർ മീഡിയം, ദ റേ മൂവ്സ് ടുവേർഡ്സ് ദ നോർമൽ. ഈ നോർമലിൻ്റെ അടുത്തേക്കാണ് ഇത് പോവുക. ഓക്കെ, ഇനി ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് കുറഞ്ഞ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്താ? എവേ ഫ്രം ദ നോർമൽ. ഇപ്പം നമുക്ക് ലൈറ്റ് അല്ലാതെ വേറൊരു ലൈറ്റ് സ്ലാബ്, എന്തെങ്കിലും ഒരു സ്ലാബ്, ഓക്കെ, ഒരു ബോക്സ് വെക്കുകയാണ്. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഡെൻസിറ്റി കൂടിയ അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ 2 പിക്ചർ വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഫ്രം ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, യു ഹാവ് ടു ടെൽ മീ ഏത് മീഡിയം ഏതാണെന്ന് പറയണം. ഓക്കെ, 2 പിക്ചർ വിത്ത് നോർമൽ. ഇതൊരു ബ്ലോക്കാണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഇതിൻ്റെ അകത്ത് ഞാൻ ഫസ്റ്റ് റേ വന്നിട്ട് ഇവിടെ തട്ടി. ഓക്കെ, ഇത് 1, ഇത് 2. ഓക്കെ, ഇതിൻ്റെ അകത്ത് ആക്ച്വലി ഇതെങ്ങനെയാണ് പോകേണ്ടത്? ഇങ്ങനെയാണ് പോകേണ്ടത്. ഇത്
ഇങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിനൊരു ബെൻഡിങ് ഉണ്ട്. ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി എന്താണ് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ടുവേർഡ്സ് ദ നോർമലാണ്, ദിസ് ഇസ് എവേ ഫ്രം ദ നോർമലാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെയുള്ള എ എന്താണ്, ഇവിടെയുള്ള ബി എന്താണ്, ഇവിടെ എന്താണ് എ, ഇവിടെ എന്താണ് ബി നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലായി ഈ റേ വരുന്നത് ഇറ്റ് ഈസ് മൂവ് ടുവേർഡ്സ് ദ നോർമലാണ്. സോ ഈ ഒരു സാധനം, ഈ ഒരു മീഡിയം ഇസ് ദ റെയറർ മീഡിയം. ഇവിടെ ഡെൻസിറ്റി കുറവാണ്, ഇവിടെ ഡെൻസിറ്റി കൂടുതലാണ്. ഡെൻസിറ്റി കൂടുമ്പോഴാണ് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ നോർമൽ. നോർമലിൻ്റെ അടുത്തേക്ക് വരുന്നത് ഡെൻസിറ്റി കൂടുമ്പോഴാണ്. എ റെയറാണ്, ബി എന്താണ് ഡെൻസറാണ്. ഈ സൈഡ് നോക്കൂ, ഈ സൈഡ് നേരെ വന്നു. ഇതാണ് ഇതിൻ്റെ നോർമലിൻ്റെ, ഇതാണ് നോർമൽ പറയുന്നത്. നോർമൽ ഇതാണ്, നോർമലിൻ്റെ എവേ ആയിട്ട് പോയി. ശരിക്കും വരികയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ വരേണ്ടത്, പക്ഷേ ഇറ്റ് മൂവ് ടുവേർഡ്സ് എവേ ഫ്രം ദ നോർമൽ. നോർമലിൻ്റെ അകത്തുനിന്ന് ദൂരേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എ ഈസ് ഡെൻസർ ആൻഡ് ബി ഈസ് റെയറർ. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായോ എൻ്റെ മക്കൾക്ക്? ഭയങ്കര എളുപ്പമുള്ള കൺസെപ്റ്റാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഡെൻസർ മീഡിയത്തിൽ നിന്ന് നമ്മളുടെ റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പം റേ ബെൻസ് എവേ ഫ്രം ദ നോർമൽ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പം നോർമലിൽ നിന്ന് വിട്ടു പോകും. അതിന് പകരം ഇതിൽ മീഡിയത്തിൽ നിന്നും നമ്മളുടെ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് മൂവ്സ് ക്ലോസ് ടു ദി നോർമൽ, ടുവേർഡ്സ് ദ നോർമൽ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ഇതിൻ്റെ റിഫ്രാക്ഷൻ എങ്ങോട്ടാണ് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് ഇതിൽ ഏതാണ് ഡെൻസർ ഏതാണ് റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ മക്കൾക്ക് കാണാനറിയാം. സെയിം വേ ഇങ്ങനെയൊരു പിക്ചർ തന്നിട്ട് ഇതിൻ്റെ അകത്ത് എവിടെയാണ് റിഫ്രാക്ഷൻ, എന്താണ് ഇതിൻ്റെ മീഡിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാൻ പറ്റും എന്താണ് ഇവിടെ റിഫ്രാക്ഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ബിക്കോസ് ദ ലൈറ്റ് റേ ഇസ് ട്രാവലിംഗ്. ഇത് ഒബ്ലിക്കലല്ല, ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. സോ നോ എന്താണ് പറയുക, ഇൻസിഡൻറ്റ് റേ വെൻ ദ ലൈറ്റ് റേയും ഇൻസിഡൻറ്റ് റേയും സെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ അകത്ത് എന്ത് പറയുക, റിഫ്രാക്ഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു പിക്ചർ തന്നാൽ നോ റിഫ്രാക്ഷൻ, ഒരു റിഫ്രാക്ഷനും സംഭവിച്ചില്ല. ഡിഡ് നോട്ട് ഫോൾ ഒബ്ലിക്കലി. വൈ? ബിക്കോസ് ദ ലൈറ്റ് ഡിഡ് നോട്ട് ഫോൾ ഒബ്ലിക്കലി. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് റിഫ്രാക്ഷൻ? ലൈറ്റ് ഷുഡ് ഫോൾ ഒബ്ലിക്കലി ആൻഡ് ഓൾസോ എന്താ നമ്മൾ പറഞ്ഞത്, ടു മീഡിയം മസ്റ്റ് ഹാവ് ടു ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ് ഇതിൻ്റെതെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ റിഫ്രാക്ഷൻ തന്നെ നടന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക, സ്പീഡ് കുറവാണ് വരിക. ഓക്കെ, ദിസ് ഇസ് ദ വൺ തിങ് വിച്ച് ഐ വോണ്ട് ടു ടേക്ക്. ഇനി നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒറ്റൊരു ഇൻസിഡൻ്റ് ആണ് പറഞ്ഞത്, ഒറ്റൊരു റേ വന്നു, അതിൻ്റെ റേ റിഫ്രാക്ട് ചെയ്തിട്ട് പോയി. ഇനി നമുക്ക് ഒരേ മീഡിയത്തിൻ്റെ രണ്ട് സൈഡ് കൂടെ, അതായത് ഒരു സ്ക്വയർ, ഇതിൻ്റെ അകത്ത് ഇത് ലൈറ്റിൻ്റെ ഇതൊരു ഗ്ലാസ് ലാബാണെന്ന് വയ്ക്കും. അപ്പം ഈ ഗ്ലാസ് ലാബിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്താണ് വരുന്നത്, ഒരു മീഡിയത്തിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് വന്നിട്ട് അടിക്കാനാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാവാന്ന്. ആക്ച്വലി ദിസ് ഈസ് ദ നോർമൽ അല്ലേ. അപ്പം നമുക്ക് ഈ നോർമലിൻ്റെ അകത്തുനിന്ന് ഒരു ലൈറ്റ് റേ വന്നിട്ട് ഇവിടെ വീണു. ഓക്കെ, ആൻഡ് ഇറ്റ് ബെൻഡ്, ഇങ്ങനെ പോയി ഇവിടെ വന്നു. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ മീഡിയമാണ് എന്ത്, ഡെൻസർ മീഡിയം. ഈ മീഡിയം എന്താണ്, ലൈറ്റർ മീഡിയം അല്ലെങ്കിൽ റെയറർ മീഡിയം. ഓക്കെ, ഇപ്പം ഇതെന്താണ് ഇവിടെ വന്ന് അടിച്ചു. ഇനിയിപ്പം ഈ ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് എഗെയിൻ വി ആർ ഗോയിങ് ടു റെയറർ മീഡിയം അല്ലേ. സെയിം ആണ്, നമ്മൾ പോകുന്നത് ഒരു ഗ്ലാസിൻ്റെ ഒരു സ്ലാബിൻ്റെ അകത്തേക്ക് നമ്മൾ ലൈറ്റ് അടിക്കുകയാണെന്ന് വെച്ചാൽ മതി. അപ്പം എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക്, ഗ്ലാസ്സിൽ നിന്നും എയറിലേക്ക്, ദാറ്റ് ഈസ് ലൈറ്റ് ആയിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൻ്റെ അകത്തുനിന്ന് ഡെൻസിറ്റി ഉള്ളതിൻ്റെ അകത്തേക്ക് പോയി, ഉള്ളതിൻ്റെ അകത്തുനിന്ന് കുറഞ്ഞു പോയി. ഈ ഒരു സൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി എന്താവും, ഇത് റെയറാണ്. സോ ഇറ്റ് വിൽ അഗെയിൻ ഗോ ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൻ്റെ നോർമൽ എവിടെയാണ് വരിക, ഇവിടെയാണ് ഇതിൻ്റെ നോർമൽ വരിക. കണ്ടോ, ഇറ്റ് മൂവ് എവേ ഫ്രം ദിസ്. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു പുറത്തേക്ക് പോകുന്ന ലൈറ്റിന് നമുക്ക് എന്താണ് പറയുക,
എമർജൻസ് എന്നാണ് പറയാം. ഓക്കെ, എന്താണ് പറയുക? റേ ഓഫ് എമർജൻസ് എന്ന് പറയും. ഈ എമർജൻസ് പുറത്തേക്ക് പോകുന്ന റേ, ഈ എമർജൻസ് റേയും അതേപോലെ ഈ ഇൻസിഡൻറ്റ് റേയും, ഓക്കെ, ഈ എമർജൻസ് റേയും ഈ ഒരു ഇൻസിഡൻറ്റ് റേയും ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ടുള്ള ഇൻസിഡൻറ്റ്, അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്? ഉള്ളിൽ വന്നത് സെയിം മീഡിയത്തിൽ നിന്ന് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചിട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കൂ, ഈ ആംഗിൾ എന്താണ്? ഇസ് ഗ്രേറ്റർ ദാൻ ദിസ്. ഇതെന്താണ്? ഇൻസിഡൻറ്റ് ആംഗിളാണ്, ഇൻസിഡൻറ്റ് റേ ആണ്. ഇതെന്താണ്? റിഫ്രാക്റ്റഡ് റേ ആണ്. ഇവിടെ ഇൻസിഡൻറ്റ് റേ ആണ് കൂടുതൽ. ഇൻസിഡൻറ്റ് റേ വലുതാണെന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ എമർജൻസ് ഈ ഒരു റിഫ്രാക്ട് ചെയ്ത് വന്നത് കുറവാണെന്ന് അർത്ഥം. ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് റേ കൂടുതലും ഈ റിഫ്രാക്റ്റഡ് റേ കുറവാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ലൈറ്റ് റേ ഈസ് ട്രാവൽ ടുവേർഡ്സ് ദ ഡെൻസർ മീഡിയം എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഇങ്ങനെ തന്നെയുള്ളൊരു 2 ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇതേപോലെ തന്നെ ചെയ്യാനാണ്ടാവുക. ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്ന് ഇവിടെ ഇൻസിഡൻറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ നോർമലാണ്. സോ ഇറ്റ് ഈസ് ഡെൻസർ മീഡിയം. എവേ ഫ്രം നോർമൽ ഇറ്റ് ഈസ് എ റെയറർ മീഡിയം. ഈ ഒരു സാധനം കാണാനുള്ള പിക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരാം. ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം നമുക്ക് പഠിക്കാനുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ളൊരു ന്യൂമറിക്കൽസ് ഉണ്ട്. വാട്ട് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഓക്കെ, അതായത് നമ്മളിപ്പോൾ നോർമലി പറഞ്ഞു റിഫ്രാക്റ്റഡ് ആവുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. എത്രത്തോളം അത് റിഫ്രാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വാക്വം ആയിട്ട്, സ്പീഡ് ഓഫ് വാക്വം വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ റേഷ്യോ, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗിവൺ മീഡിയം. നിങ്ങൾക്ക് ഏത് മീഡിയത്തിൻ്റെ ഇതാണോ കാണാൻ പറഞ്ഞത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണോ കാണാൻ പറഞ്ഞത്, ആ ഇൻഡെക്സ് വെച്ചിട്ടാണ് നിങ്ങൾ, അതിൻ്റെ സ്പീഡ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ വാക്വം 3 × 10⁸ ഡിവൈഡഡ് ബൈ, നിങ്ങൾക്കിപ്പം ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണണം. ആൻഡ് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 2.10⁸ ആണെന്ന് വയ്ക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്താ കാണേണ്ടത്? n ആണ് കാണേണ്ടത്. ഇതിൻ്റെ ഫോർമുല n = c/v ആണ്, where c is the refractive speed of vacuum, speed of light in vacuum, and v is speed of light in the medium. അപ്പം n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ 3 × 10⁸ 10⁸ 10⁸ പോയി 3/2 ആയി. ദാറ്റ് ഇസ് 1/5 ആണ് വരിക. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ദിസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഒരു യൂണിറ്റും ഇല്ല. കാരണം എന്താണ്? ഇതും m/s ആണ്, ഇതും m/s ആണ്. കാരണം ഇത് 2 സ്പീഡാണ്. 2 സ്പീഡ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടോ യൂണിറ്റായിട്ട് എഴുതാൻ? ഒന്നുമില്ല. അതുകൊണ്ട് 1.5 എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറയുമ്പം ഫസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാക്വത്തിൻ്റെ റിഫ്രാക്റ്റീവ് സ്പീഡ് ഓഫ് വാക്വം, ലൈറ്റ് ഇൻ വാക്വം എഴുതുക, ഡിവൈഡഡ് ബൈ തന്നിരിക്കുന്ന മീഡിയത്തിൻ്റെ സ്പീഡ് എഴുതുക. ഓക്കെ, അത് രണ്ടും നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട്. ഇപ്പം ഞാൻ എയറുമായിട്ടാണ്, ഇപ്പം ഇത് വാക്വത്തിൻ്റെ സ്പീഡുമായിട്ടാണ് ഇവിടെ ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടിട്ടുള്ളത്. അതല്ലാതെ 2 ഡിഫറെൻറ്റ് മീഡിയത്തെ വെച്ചിട്ട് നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറയുകയാണ്. ഓക്കെ, 2 ഡിഫറെൻറ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? അതിൻ്റെ മുമ്പ് അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ sin I/sin r എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ ടു, വാട്ട് ഇസ് sin I/sin r? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റിൻ്റെയും അതേപോലെ sin r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, sin r എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെയും എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്താണ് ഇതിൻ്റെ മീൻ ചെയ്യുന്നത് എന്നറിയോ?
ആക്ച്വലി ദർ ഇസ് എ ലോ ഫോർ റിഫ്രാക്ഷൻ. നമ്മളുടെ റിഫ്രാക്ഷനും റിഫ്ലക്ഷനെ പോലെ തന്നെ കുറച്ച് നിയമങ്ങളുണ്ട്. എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ്റെ പറയുന്നത് പോലെ തന്നെ, പക്ഷേ റിഫ്ലക്ഷൻ്റെ പകരം നമ്മൾ ഇവിടെ റിഫ്രാക്ഷനായി. അപ്പോൾ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ് ഓൾ ഇൻ ദ സെയിം ലൈൻ. അതാണ് നമ്മളുടെ ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ. സെക്കൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്താണ്? ദ ലോ ഓഫ് the ratio of a sine of angle of incident. ഓക്കെ, ഇത് നോർമൽ ആണെങ്കിൽ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് ആയിട്ട് വരിക. ആൻഡ് ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇവിടെയാണ് ഇതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വരുന്നത്. വിൽ ഓൾവേസ് ബി കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഇസ് നോൺ ആസ് സ്നെൽസ് ലോ. ഇതിനെയാണ് നമ്മൾ സ്നെൽസ് ലോ എന്ന് പറയുന്നത്. വാട്ട് ഇസ് സ്നെൽസ് ലോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, മനസ്സിലാക്കുക. റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് റേഷ്യോ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ is always constant. അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് നോൺ ആസ് സ്നെൽസ് ലോ. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് മീഡിയം തന്നു. ഇപ്പം നമ്മൾ എപ്പോഴും എയർ വാക്യൂം ഒക്കെ ആയിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. അതല്ലാതെ രണ്ട് മീഡിയം തന്നു. ഓക്കെ, രണ്ട് മീഡിയം തന്നു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കറിയാലോ, സ്പീഡ് കുറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ഈസ് ഹയർ. സ്പീഡ് കൂടുതലാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം ഈസ് ലെസ്സർ. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു സൈൻ ഐ ബൈ സൈൻ ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു, എന്താണ് ഈ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത്? സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് രണ്ട് മീഡിയം നോക്കാം. ഒരു മീഡിയത്തിൻ്റെ അകത്ത് നമ്മൾ മീഡിയം വരയ്ക്കുകയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ നോർമലാണ്. ഫസ്റ്റ് നമ്മളുടെ ഒരു ഇൻസിഡൻറ്റ് റേ വന്നു ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് ദ ക്ലോസ് ടു ദി നോർമൽ. ശരിക്കും അതെങ്ങനെയാണ് പോകേണ്ടത് നോക്കിയേ. ശരിക്കും ഈ ലൈൻ പോകേണ്ട സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം കേട്ടോ. എനിക്ക് പെൻസിൽ എടുക്കാൻ പഠിച്ചിട്ടാണ്. ഈ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻ്റ് ആണ്, ഇതാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു മീഡിയമാണ്, ഇതൊരു മീഡിയമാണ്, രണ്ട് മീഡിയമാണ്. ഇവിടെ ഈ മീഡിയമാണല്ലോ വലുത്. N1 ആണ് ഇവിടെ N2-നെക്കാട്ടും വലുത്. ആണോ? N2-നെക്കാട്ടും വലുത് ഇവിടെ N1 ആണ്. ഓക്കെ, അതായത് N2 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു മീഡിയമാണ്. ഈ മീഡിയത്തിനെക്കാട്ടും ആംഗിൾ കൂടുതൽ ഏതാണ്? N1-നാണ്. ദാറ്റ് മീൻസ് ആംഗിൾ കൂടിയത് എന്താണ്? ലെസ് ഡെൻസർ ആണ്. ആംഗിൾ കുറഞ്ഞത് എന്താണ്? ഡെൻസിറ്റി കൂടിയതാണ്. ഡെൻസിറ്റി കൂടിയ ആംഗിളാണ്. ഓക്കെ, ഡെൻസിറ്റി കൂടിയിട്ടുള്ള ഒരു എന്താണ് പറയുക, മീഡിയമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രണ്ട് മീഡിയം എടുക്കുകയാണ്. സെയിം വേ സൈൻ ഐ ബൈ സൈൻ ആർ രണ്ട് മീഡിയമായിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് N2 ബൈ N1. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ സെക്കൻഡ് മീഡിയം, രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ രണ്ട് മീഡിയം തന്നിട്ടുണ്ട്. അതിൽ ഒരു മീഡിയത്തിൻ്റെ, രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഫസ്റ്റ് മീഡിയം. ഓക്കെ, അതായത് N2 ഈക്വൽ ടു N1. രണ്ടെണ്ണം തമ്മിൽ, രണ്ട് മീഡിയം തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. രണ്ടെണ്ണത്തിൻ്റെ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഫസ്റ്റൊക്കെ നമ്മൾ കമ്പയർ ചെയ്തത് എന്താണ്? നമ്മൾ ഒരു മീഡിയവും പിന്നെ നമ്മളുടെ വാക്യൂം വെച്ചിട്ടാണ്. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് മീഡിയം വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം എന്താണ്? നമ്മൾ ഈ ഒരു N1-ൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു C/V ആയിട്ടാണ് നമ്മൾ കാണുക. ഇപ്പം നമ്മൾ ഒരു രണ്ട് മീഡിയം ആകുമ്പോൾ ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം എന്ന് പറഞ്ഞ് എഴുതും അല്ലേ? രണ്ട് മീഡിയം ഡിഫറെൻ്റ് ആകുമ്പോൾ ഇത് ഫസ്റ്റ് മീഡിയം, ഇത് സെക്കൻഡ് മീഡിയം. ഇതെങ്ങനെയാണ് വരിക? C/V1 C/V2. എന്തുകൊണ്ടാണ് മക്കളെ സിക്ക് ഞാൻ 1 C2 എഴുതാഞ്ഞത്? ബിക്കോസ് സി എന്താ പറഞ്ഞാൽ എന്താണ്? ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ആണ്.
പക്ഷെ നമുക്ക് തരാൻ പോകുന്ന മീഡിയം എന്താണ്, അത് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്നിക്കൽ അത് ഡയമണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ കെറോസിൻ ആയിരിക്കും, അല്ലെങ്കിൽ പെട്രോൾ ആയിരിക്കും. ഏത് ട്രാൻസ്പെറൻറ്റ് മീഡിയം വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു സീന് ഞാൻ C1 C2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. C is always 3 × 10⁸ ആണ്. ഓക്കെ, ഇനി V1 ഉം V2 ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു C/V1, അതായത് ഇതെന്താണ് N2/N1 ആണെന്ന് പറഞ്ഞു അല്ലേ. N2/N1 ആണെന്ന് പറയുന്ന സമയത്ത് N2 എന്താണ് C/V2/C/V1 ആണ്. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് പറയുക, C/V2 = V1/C, ദാറ്റ് ഈസ് C കട്ടായി, ദാറ്റ് ഈസ് = V1/V2. ഇതാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വരുന്നത് ലെങ്സ് ആണ്. ഈ ലെങ്സ് എത്തുന്നതിന് മുമ്പേ ഈ റിഫ്രാക്ഷൻ എന്താണെന്നുള്ളത് കൃത്യമാക്കി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെങ്സിലോട്ടേക്ക് പോവാം. അത് അടുത്ത സെക്ഷനിൽ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇതുവരെ ഡൗട്ടൊന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ബൈ.